അഡ്വക്കേറ്റ് പി എം നിയാസിലേക്കാണ്. അഡ്വക്കേറ്റ് പി എം നിയാസ്, കേരളത്തെ ബാധിച്ചിരിക്കുന്ന ചില വളരെ ഗുരുതരമായ അവസ്ഥയിലേക്ക് ഇന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി ചില കാര്യങ്ങൾ പറഞ്ഞു വെക്കുകയാണ്. ദേശവിരുദ്ധത, രാജ്യവിരുദ്ധ നരേറ്റീവ് ഇവയുടെ കേന്ദ്രമായി കേരളം മാറുന്നു എന്ന അതീവ ഗുരുതരമായ ഒരു ആരോപണം അമിത്ഷാ മുന്നോട്ട് വയ്ക്കുകയാണ്. കേരളത്തിൽ പി എഫ് ഐയുടെ പ്രവർത്തനങ്ങൾ നിരോധിക്കപ്പെട്ടുവെങ്കിലും പി എഫ് ഐയുടെ പ്രവർത്തനങ്ങൾ വളരെ സജീവമാണ്. പല രൂപത്തിൽ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ കേരളത്തിൽ വളരെ സജീവമായി പ്രവർത്തിക്കുകയാണ്. എൽ ഡി എഫും യു ഡി എഫും പതിറ്റാണ്ടുകളായി ജനങ്ങളെ ഇക്കാര്യത്തിൽ വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന യാഥാർത്ഥ്യം കൂടി അമിത്ഷാ കേരളത്തിന് മുന്നിൽ വയ്ക്കുകയാണ്. എങ്ങനെയാണ് ഈ പ്രീണന രാഷ്ട്രീയം നിങ്ങളെ കാർന്നു തിന്നുന്നത്? നോക്കൂ, ബി ജെ പിയുടെ സംഘപരിവാറിൻ്റെ RSSൻ്റെയൊക്കെ അജണ്ട കേരളത്തിലെത്തുമ്പോൾ അത് മുസ്ലിം വിഭാഗത്തിന് കൂടുതൽ ഭൂരിപക്ഷം അല്ലെങ്കിൽ എന്താ പറയുക ജനസംഖ്യ ആനുപാതികമായ അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങൾക്ക് ജനസംഖ്യ ആനുപാതികമായ ഒരു വളർച്ചയുള്ള സംസ്ഥാനം എന്നുള്ള നിലയ്ക്ക് ഇവിടെ വരുമ്പോൾ ദേശവിരുദ്ധതയാണ് പറയുന്നത്. എന്നാൽ ഞാനൊരു കാര്യം നിങ്ങളോട് ചോദിക്കട്ടെ, ഇവിടെ ദേശവിരുദ്ധതയുണ്ട് എന്ന് തന്നെ നമുക്ക് വാദത്തിന് വേണ്ടി സമ്മതിക്കാം. ദേശവിരുദ്ധതയുണ്ടെങ്കിൽ ഇവിടെ എന്തെല്ലാമാണ് കാഷ്വാലിറ്റി ഉണ്ടായിട്ടുള്ളത്, ഏതെല്ലാം തരത്തിലുള്ള ഇൻസിഡൻ്റാണ് ഉണ്ടായിട്ടുള്ളത്, അത് നിങ്ങളൊരു കാര്യം പറയണം. എന്നാൽ നമ്മൾ ഉത്തരേന്ത്യയിൽ നമ്മുടെ ഉത്തർപ്രദേശ് അടക്കമുള്ള കാര്യം അല്ല, കേരളത്തിൽ നിന്ന് എത്ര പോപ്പുലർ ഫണ്ടുകാർ ഇപ്പോൾ തിഹാർ ജയിലിൽ കിടക്കുന്നുണ്ട്? ഞാൻ പറയാം. അങ്ങ് ഇവിടെ എന്ത് കെടുതിയാണ് ഉണ്ടായതെന്ന് ചോദിച്ചല്ലോ. ആ ചോദ്യത്തിനുള്ള ഒരു മറുപടിയാണ് എത്ര പി എഫ് ഐയുടെ പ്രവർത്തകരും നേതാക്കളും ഇപ്പോൾ തിഹാർ ജയിലിൽ കഴിയുന്നുണ്ട്. നീലിമ ഞാൻ പറയട്ടെ, നിങ്ങൾ എത്ര വേണമെങ്കിലും നിങ്ങൾ മറുപടി പറഞ്ഞോ, എനിക്ക് വിരോധമില്ല. എൻ്റെ പോയിന്റ് എന്താ വെച്ചാൽ കേരളത്തിലെ മൊത്തം ക്വാണ്ടം നിങ്ങൾ കൂട്ടുക, മൊത്തം എണ്ണം കൂട്ടുക, മൊത്തം ആളുകൾ ഈ ഇൻവോൾവ് ആയി ജയിലിൽ കിടന്നത്, മരിച്ചവരെ, ഇടപെട്ടവരെ ഒക്കെ കൂട്ടുക. എൻ്റെ ഒരൊറ്റ ചോദ്യമാണ്, അത് ദേശവിരുദ്ധതയാണ്. എന്താ ദേശവിരുദ്ധത? രാജ്യത്തിനെതിരായി നടക്കുന്ന തീരുമാനങ്ങൾ എന്താണ്? രാജ്യത്തിൻ്റെ ഐഡൻറ്റിറ്റി എന്താണ്? മതേതരത്വം, ജനാധിപത്യം, സോഷ്യലിസം, ഇതല്ലേ ഭരണഘടന വിഭാവനം ചെയ്തത് എന്ന് പറഞ്ഞാൽ മതേതരത്തിനെതിരായി ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും അത് ദേശവിരുദ്ധതയാണ്. എൻ്റെ അഭിപ്രായമല്ല, ഭരണഘടന അഭിപ്രായമാണ്. ആ നിലയ്ക്ക് ഇന്ത്യയുടെ ഉത്തർപ്രദേശ് ഉൾപ്പെടെയുള്ള ഉത്തരേന്ത്യകളിൽ എത്ര ആളുകളാണ് ആൾക്കൂട്ട കൊലപാതകം നടത്തിയത്? അത്രസിൽ ഉൾപ്പെടെയുള്ള അക്രമങ്ങൾ, അത് ഏത് രീതിയിലുള്ള അക്രമങ്ങളാണ് ഉണ്ടായത്? അത്തരത്തിലുള്ള അക്രമകാരികളെ അറസ്റ്റ് ചെയ്യുന്നതിനോ നടപടിയെടുക്കുന്നതിനോ അത്തരത്തിലുള്ള ആളുകളെ ജയിലിൽ അടയ്ക്കുന്നതിനോ നിങ്ങൾ അവരെ രാജ്യദ്രോഹികളായി പ്രഖ്യാപിക്കുന്നതിനോ നീലിമയുടെ സ്ഥിരം നമ്പറാണ് ഇത്തരം കാര്യങ്ങളിൽ പറയുമ്പോൾ ഇങ്ങനെ ഇടയിൽ കയറി പറയുന്നത്. ഒരു കാര്യം നീലിമ പറയണം, കേരളത്തിൽ 10,000-കണക്കിന് ആളുണ്ടോ, ലക്ഷക്കണക്കിന് ആളുകളുണ്ടോ? ഞാൻ പറയുന്നു, കേരളത്തിൽ ഇന്ത്യയിലെ ആൾക്കൂട്ട കൊലപാതകങ്ങൾ 140ഓളം വരുന്ന ആൾക്കൂട്ട കൊലപാതകങ്ങൾ ഉണ്ടായി. ആരാ ഉത്തരവാദികൾ? ഓരോ സംഭവത്തിലും നൂറുകണക്കിന് ആളുകൾ കുറ്റവാളികളാണ്. എത്ര പേരുടെ പേരിൽ നിങ്ങൾ കേസെടുത്തു? എത്ര പേരെ ജയിലിലെടുത്തു? എത്ര പേരെ ദേശവിരുദ്ധ പറയട്ടെ. അതല്ല, അങ്ങനെ പോകരുത്. BJP പ്രതിനിധിയിലേക്ക് പോകുന്നത് അത് ഏത് അടിസ്ഥാനത്തിലാണ്? പ്രവർത്തിക്കാനാണെങ്കിൽ കേരളത്തില് അല്ല താങ്കൾ അങ്ങനെ പേടിപ്പിക്കൊന്നും വേണ്ട. എന്റെ നീലിമ, ഞങ്ങളൊക്കെ രാഷ്ട്രീയ പ്രവർത്തകരാണ്. താങ്കളോട് ചോദ്യം ചോദിച്ചാൽ അത് മറുപടി പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും താങ്കൾ എന്നെ അവസാനിപ്പിച്ച് മറുപടി പറയാതെ എനിക്ക് മറുപടി പറയണം.
എനിക്ക് മറുപടി പറയണം. താങ്കൾ അങ്ങനെ ഉയർത്തിയത് ഒരു രാഷ്ട്രീയ ചോദ്യമാണ്, രാഷ്ട്രീയ ആരോപണമാണ് താങ്കൾ ഉയർത്തിയത്. ഞാനൊരു രാഷ്ട്രീയമല്ല, താങ്കൾ പറഞ്ഞതിന് മറുപടി പറയാണ് നീലിമ. അങ്ങനെയല്ല എന്റെ മറുപടി പറഞ്ഞത് നിങ്ങളങ്ങനെ പറഞ്ഞു പോയിക്കോ നീലിമ, അങ്ങ് പറഞ്ഞു പോയിക്കോ നീലിമ, അങ്ങനെ പറഞ്ഞു പോയിക്കോ. എനിക്ക് നിലമ്പൂരിലേക്കും പാലക്കാടിലേക്കും മതരാഷ്ട്രവാദികളുടെ വോട്ട് നിങ്ങൾ വാങ്ങുന്നു. ആ വാങ്ങിയതിന്റെ കൃത്യമായ കണക്ക് ഈ ജനചർച്ചയിൽ പുറത്തുവിടും. ഇത് പലവട്ടം പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ആ ചോദ്യങ്ങൾ കേൾക്കാൻ നിങ്ങളുടെ താല്പര്യമില്ലായ്മ ഇവിടെ വളരെ വ്യക്തമാണ്. ഞാൻ അങ്ങനെ ആ പ്രശ്നത്തെ കാണുന്നുള്ളൂ. ഞാൻ മറുപടി പറയാൻ സമ്മതം തരാതെ നിങ്ങൾ അങ്ങനെ പോകാൻ പറ്റത്തില്ല. ഒരു കാര്യം ഞാൻ പറയാം. താങ്കൾ പറഞ്ഞത് കേരളത്തിലെ PFA കൂടുന്നു. ഞാൻ പറഞ്ഞു കേരളത്തിലെ PFA കൂടുന്ന കണക്ക് പറഞ്ഞു. ഇന്ത്യയിൽ മുഴുവൻ നടക്കുന്ന വർഗീയയും ഒരു വിഭാഗം ആളുകളെ തല്ലിക്കൊല്ലുകയും ചെയ്യുന്ന സാഹചര്യം, അതുപോലെ കാശ്മീരിൽ ഏറ്റവും കൂടുതൽ പഹൽഗാമിൽ ഉണ്ടായ സംഭവം താങ്കൾ പറഞ്ഞല്ലോ. പഹൽഗാമിൽ ഒരാളെ പോലും പിടിച്ചെടുക്കാൻ കഴിയാത്ത ഇന്ത്യ രാജ്യത്തെ ഗവൺമെന്റിന്റെ അതിനൊന്ന് മറുപടി പറയുമോ? ഒറ്റ ചോദ്യത്തിന് അങ്ങ് മറുപടി പറഞ്ഞാൽ മതി. പഹൽഗാമിൽ ഉണ്ടായത് മതഭീകരതയാണോ അല്ലയോ? താങ്കൾക്ക് ഈ ചോദ്യങ്ങൾക്ക് ഒന്നും മറുപടി പറയാൻ കഴിയില്ല. അതാണ് കേരളത്തിന്റെ രാഷ്ട്രീയ യാഥാർത്ഥ്യം. കേരളത്തിന്റെ രാഷ്ട്രീയ യാഥാർത്ഥ്യം അത് തന്നെയാണ് ഞങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ വഴക്കൊന്നും വിചാരിക്കേണ്ട, അങ്ങനെ ഞങ്ങൾ വഴക്കൊന്നും വിചാരിക്കേണ്ട. നീലിമ ഒരു കാര്യം പറയാം. പഹൽഗാമിൽ ഉണ്ടായത് മതഭീകരതയാണോ അല്ലയോ? ഒന്ന് മറുപടി പറയൂ. ഉണ്ടായ ഒരാളെ പോലും പിടിച്ചെടുക്കാൻ കഴിയാത്തത് കേന്ദ്ര ഗവൺമെന്റിന്റെ വീഴ്ചയാണ്. ഞാൻ പഹൽഗാമിൽ ഉണ്ടായത് മതഭീകരതയാണോ? ഞാൻ ആവർത്തിച്ച് ചോദിക്കുന്നു. പഹൽഗാമിൽ ഉണ്ടായത് മതഭീകരതയാണോ അല്ലയോ? ഇന്ത്യക്കാർക്ക് പ്രയാസമുണ്ടായ പഹൽഗാമിൽ പോലും അവിടെ സുരക്ഷിതത്വം ഒഴുക്കുന്നതിൽ കേന്ദ്ര ഗവൺമെന്റ് വീഴ്ച ഉണ്ടായോ എന്ന് പരിശോധിക്കപ്പെടേണ്ടതാണ്. അതാണ് ഞാൻ പറഞ്ഞത്. അത്തരത്തിലുള്ള കാര്യങ്ങളെന്ന് പറയുമ്പോൾ നിങ്ങൾ അങ്ങ് ഒരു ചോദ്യം ചോദിച്ച് തിരിച്ച് BJP-ക്കാരുടെ മറുപടി പറയുന്നത് അത് നീലിമ ഒരു നല്ല രാഷ്ട്രീയ സംവാദത്തിന് അങ്ങേ പോലെയുള്ള ആള് യോജിച്ചതാണോ എന്ന് ഞങ്ങൾക്ക് പരിശോധിക്കേണ്ടി വരും. അതുകൊണ്ട് ദയവ് ചെയ്ത് മറുപടി പറയൂ വിഷയത്തിൽ.